ഒരു രാജ്യം ഭരിക്കുന്ന ഭരണ സംവിധാനത്തിന് ആ സംവിധാനത്തിന് കീഴിലുള്ള അന്വേഷണ ഏജൻസികൾക്ക് അവർക്ക് നിയമപ്രകാരം നിക്ഷിപ്തമായിട്ടുള്ള ചുമതലകളുണ്ട്. അവർ നിയമപ്രകാരമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ആ സമയത്തുള്ള മറ്റേ തെരഞ്ഞെടുപ്പാണോ, ആ സമയത്ത് വേറെ എന്തെങ്കിലും വിശേഷം നടക്കുന്നുണ്ടോ, ആ സമയത്ത് ഉത്സവം നടക്കുന്നുണ്ടോ, അങ്ങനത്തെ മൂഡ് ഓഫ് ദ നേഷൻ അനുസരിച്ചിട്ടല്ല ഇവർ പ്രവർത്തിക്കേണ്ടത്. കോഡ് ഓഫ് ദ ലോ അനുസരിച്ചിട്ടാണ്, നിയമത്തിൽ എഴുതി വെച്ചിട്ടുള്ള ചട്ടങ്ങൾ പ്രകാരമാണ് ഏജൻസികൾ പ്രവർത്തിക്കേണ്ടത്. ഇപ്പോൾ സർക്കാർ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ സർക്കാർ നയം വിശദീകരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പാലിക്കണം എന്ന് പറഞ്ഞാൽ ശരിയാണ്. കാരണം സർക്കാരിന് അത് പാലിക്കേണ്ട ബാധ്യതയുണ്ട്. അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്ന സമയത്ത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പ്രതിപക്ഷ കക്ഷിയിൽപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവ് വല്ല ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടു. അദ്ദേഹം പ്രതിപക്ഷ കക്ഷിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിനെ തൽക്കാലം അറസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിക്കാൻ സാധിക്കുമോ? മോറൽ ടർപ്പിറ്റ്യൂഡിനെ വയലേറ്റ് ചെയ്യുന്ന ഒരു ഒഫൻസ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പക്ക ക്രിമിനൽ ഒഫൻസ് ആണെന്ന് വിചാരിക്കുക. ദ ലോ ഷുഡ് ടേക്ക് ഇറ്റ്സ് കോഴ്സ്. നിയമം അതിന്റെ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമം പൂർത്തീകരിക്കണം, അല്ലേ? ഈ പറയുന്ന കോഡ് ഓഫ് കോണ്ടക്റ്റില് അതൊന്നും പരാമർശിക്കുന്നില്ല. കോഡ് ഓഫ് കോണ്ടക്റ്റിൽ അങ്ങനെ യാതൊരു കാര്യവും പറയുന്നില്ല. അതായത് ലീഗൽ ആക്ഷൻസിന് ഏതെങ്കിലും തരത്തിൽ കോഡ് ഓഫ് കണ്ടക്ട് ബാർ ചെയ്യുന്നില്ല. കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം അതൊരു പെർസ്വേസീവ് ആയിട്ടുള്ള സംഭവം മാത്രമാണ്. അതൊരു ബൈൻഡിങ് ആയിട്ടുള്ള, അതിലേതെങ്കിലും തരത്തിലുള്ള പീനലായിട്ടുള്ള നടപടികൾ പറയുന്ന ഒരു സംഭവമല്ല. ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിലുള്ള മര്യാദകളൊക്കെ പാലിച്ചാൽ നന്ന് എന്ന് പറയുന്ന ഒരു സാധനമാണ്. 1971 ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്ന സാധനം ആദ്യമായിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ വന്നത്. അതിനു മുമ്പ് ഈ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇത് തെരഞ്ഞെടുപ്പുകളെ കൂടുതൽ സുതാര്യമാക്കാനും കൂടുതൽ ഫ്രീ ആക്കാനും വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ കാലാകാലത്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രൽ റിഫോംസിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അതിലൊന്നും ഈ പറയുന്ന ക്രിമിനൽ ആക്ഷൻസിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്ന എന്താ പറയുക, സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികളുടെ സ്വാഭാവിക നടപടിക്രമങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരു സംഭവമില്ല. അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത് ശരിയല്ല. നിയമത്തിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കണം. അത് എന്താണ്, ഫിയറ്റ് ജസ്റ്റിഷ്യ റിയറ്റ് സീലം എന്നുള്ളതാണ് നമ്മുടെ നിയമത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വം. എന്താണ്, ആകാശം ഇടിഞ്ഞ് വീണാൽ നീതി നടപ്പാക്കണം എന്നാ. ജസ്റ്റിസ് ഷാൽ ബി ഡൺ ഈവൻ ഇഫ് ദ ഹെവൻ സ്കൂപ്സ് ഡൗൺ. അതായത് ആകാശത്തിൽ നിന്ന് സ്വർഗം തന്നെ ഭൂമിയിലേക്ക് വധിച്ചാലും നിയമത്തിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തൽക്കാലം നിയമം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അപ്പോൾ ഇതൊന്നും ഈ മൂഡ് ഓഫ് ദ നേഷൻ ഒന്നുമല്ല അന്വേഷണ ഏജൻസികളെ സ്വാധീനിക്കുന്ന ഘടകം. അവർ സ്വാധീനിക്കുന്ന ഘടകം അവരുടെ നിയമപരമായിട്ടുള്ള ഒരു ചടങ്ങാണ്. എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു? അരവിന്ദ് കെജ്രിവാളിൻ്റെ സമൻസുകൾ അത്രയേറെ പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. അറസ്റ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചു. കോടതി പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വിസമ്മതിച്ചു. അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സാധാരണഗതിയിൽ ഒരാൾ മുൻകൂർ ജാമ്യത്തിന് ഒരു ഹർജി കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അന്വേഷണ ഏജൻസികൾ ഓൺ ദ ബേസിസ് ഓഫ് പ്രൊപ്പറേറ്റി അയാളെ അറസ്റ്റ് ചെയ്യില്ല. മുൻകൂർ ജാമ്യ ഹർജി പരിഗണനയിൽ ഇരിക്കുന്ന സമയത്ത് ആളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. മുൻകൂർ ജാമ്യം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ തടസ്സമല്ല. അയാളെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി മുൻകൂർ ജാമ്യാപേക്ഷ എന്താവും, ഇൻഫ്രക്ചസ് ആവും. ആ ഹർജി പിന്നെ കേൾക്കാൻ പറ്റില്ല. പിന്നീട് അദ്ദേഹത്തിന് റെഗുലർ ബെയിലിൽ അപേക്ഷിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. പക്ഷേ ഓൺ ദ ബേസിസ് ഓഫ് പ്രൊപ്പറേറ്റി, ഒരു മര്യാദ എന്നുള്ള അടിസ്ഥാനത്തിൽ ഈ ഏജൻസികൾ അറസ്റ്റ് ചെയ്യാറില്ല. കോടതി തീരുമാനിക്കേണ്ടത് വിചാരിക്കും. കോടതി മുൻകൂർ ജാമ്യം തള്ളിയാലോ, തള്ളി അടുത്ത ദിവസം അറസ്റ്റ് ചെയ്യും. അതാണ് സാധാരണഗതിയിലെ നിയമക്രമം. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തു. തനിക്ക് അറസ്റ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ വേണം, തനിക്കെതിരെ കൊയേഴ്സീവ് ആയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുന്നതിൽ പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞു. ഡൽഹി ഹൈക്കോടതി ഈ കേസിൻ്റെ മെറിറ്റ്സ് പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു, നിങ്ങൾക്ക് 9 സമൻസുകൾ തന്നു, നിങ്ങൾ ആ അന്വേഷണത്തോട് സഹകരിക്കേണ്ടതായിരുന്നു, നിങ്ങൾ ഇതുവരെയായിട്ട് സഹകരിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ഒരു പ്രൊട്ടക്റ്റീവ് ഇതും കവറും തരാൻ സാധ്യമല്ല പറഞ്ഞു. കോടതി പോലും കവർ ആവശ്യമില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ പിന്നെ എന്ത് കാര്യത്തിനാണ് ഏജൻസി കാത്തിരിക്കേണ്ടത്? ഏജൻസി അറസ്റ്റ് ചെയ്തു. ഏജൻസി അറസ്റ്റ് ചെയ്തിട്ട് ഇയാളെ ഇരുട്ടറയിൽ പൂട്ടുകയല്ലല്ലോ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു. സുപ്രീം കോടതിയിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്, അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട്. അതായത് ഇവർ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് നിയമം എല്ലാം പ്രത്യേകമാണല്ലോ. ബാക്കിയുള്ള രാജ്യത്തെ ആം ആദ്മിയാണെന്നൊക്കെ പറയുമെങ്കിലും സാധാരണക്കാരനുള്ള നിയമമല്ല. ഇവർ കുറച്ച് വ്യത്യസ്തരായിട്ടുള്ള ആത്മീയങ്ങളാണ്, എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവർക്ക് വേണ്ടി രാത്രി 12 മണിക്ക് സുപ്രീം കോടതി തുറക്കണം എന്നായിരുന്നു ഇവരുടെ ആവശ്യം. അതായത് അന്ന് രാത്രി തന്നെ സാധാരണഗതിയിൽ ഒരാൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം എന്നാണ്. 24 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് അന്ന് രാത്രി തന്നെ എമർജൻസി പെറ്റീഷൻ കൊടുത്തു സുപ്രീം കോടതിയിൽ. സുപ്രീം കോടതി പറഞ്ഞു ഇന്നിപ്പോൾ അത് കേൾക്കാൻ വയ്യ, നാളെ എന്താണ് സ്വാഭാവികമായിട്ട് റോൾ കോളിൻ്റെ സമയത്ത് മെൻഷൻ ചെയ്തോളൂ കേൾക്കാന്ന് പറഞ്ഞു. അങ്ങനെ റോൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് നാളെ ഞായറാഴ്ചയാണ്, അവധിയാണ് കോടതി. നാളെ തന്നെ ഇത് ഈ ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ നിയമവിരുദ്ധമായിട്ടാണ് അറസ്റ്റ് എന്ന്. അത് നാളെ തന്നെ കോടതി കേൾക്കണം എന്നുള്ളതാണ്. നാളെ കോടതി കേൾക്കുമെന്നുള്ള കാര്യമുണ്ട്. കോടതി ചില അപൂർവ സന്ദർഭങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ ഉദാഹരണത്തിന് ബിൽക്കീസ് ബാനുവിന്റെ കേസ് കേൾക്കാൻ വേണ്ടി രാത്രി 2 മണിക്ക് കോടതി ഇരുന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ റദ്ദാക്കണമെന്ന് ആലോചിക്കാൻ വേണ്ടി രാവിലെ 3 മണിക്ക് കോടതി തുറന്നിട്ടുണ്ട്. അങ്ങനെ അപൂർവ ഘട്ടങ്ങൾ അർജൻസി ഇതിലുണ്ടോ? ആ അർജൻസി ഇതിൽ ഉണ്ടെന്നാണ് ഇപ്പൊ ഇവർ പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല അതിൽ അർജൻസി എന്താന്നുള്ളത്. അതായത് ഇദ്ദേഹം റിമാൻഡിലാണ്. റിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? റിമാൻഡ് എന്ന് പറയുന്നത് ഒരു ഏജൻസിക്ക് കസ്റ്റഡിയിൽ ഇൻട്രഗേഷൻ നടത്താനുള്ള അവസരമാണ് അവിടെ. അല്ലാണ്ട് ഇദ്ദേഹത്തെ ജയിലിൽ അടച്ച് പൂട്ടിയിരിക്കുകയൊന്നുമല്ല. അദ്ദേഹം അവിടെ അന്വേഷണ ഏജൻസികളുടെ കസ്റ്റഡിയിലാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു എന്താണ് അദ്ദേഹത്തിൻ്റെ ലൈഫിന് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ത്രെട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. സ്വാഭാവികമായിട്ട് അദ്ദേഹം ഇത് ആരാണ് റിമാൻഡ് ചെയ്തത്? അതും കാര്യമല്ലേ, കോടതി തന്നെയല്ലേ റിമാൻഡ് ചെയ്തത്. 28-ാം തീയതി വരെ ബഹുമാനപ്പെട്ട ED സ്പെഷ്യൽ കോർട്ടാണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ആ സമയത്തിനിടയിൽ ഇങ്ങനത്തെ ഒരു ഇമർജൻസി പെറ്റീഷൻ കൊടുക്കേണ്ട ആവശ്യം എന്താ? പക്ഷെ ഇവർ ആദ്യം സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ പോയപ്പോൾ അപ്പോഴാണ് ഇവർക്കൊരു നിയമപ്രശ്നം മനസ്സിലായത്. എന്താണ്? ഇവർ സുപ്രീം കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്ത് സുപ്രീം കോടതി കേൾക്കാൻ വേണ്ടി ലിസ്റ്റ് ചെയ്തിട്ടുള്ള മാറ്റർ ആണെങ്കിൽ സുപ്രീം കോടതി കേൾക്കുന്നത് വരെ ഇത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കേണ്ടതാണെങ്കിൽ സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്തിട്ടുള്ള കാരണം കൊണ്ട് മജിസ്ട്രേറ്റിന് മുമ്പിൽ ആൾ വരില്ല. കോടതി അന്ന് കേൾക്കാൻ വിസമ്മതിച്ചാൽ നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ വെച്ച് കഴിഞ്ഞാൽ റെഗുലർ ബെയിലിൻ്റെ പോസിബിലിറ്റി അവിടെ ഇല്ലാണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? സുപ്രീം കോടതി കൊടുത്തിട്ടുള്ള ഹർജി പിൻവലിച്ചു. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയാൽ മതി എന്ന് പറഞ്ഞു. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി. മജിസ്ട്രേറ്റ് സ്വാഭാവികമായിട്ട് ഇത്തരം കേസുകളിൽ എന്താ ചെയ്യുക? സാധാരണ ഇത്തരത്തിലുള്ള കേസുകളിൽ, പ്രത്യേകിച്ച് EDയുടെ കേസുകളിൽ ഫസ്റ്റ് ഘട്ടത്തിൽ ജാമ്യം കിട്ടാറില്ല.